ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അത് അടുത്ത വർഷത്തെ വേൾഡ് കപ്പാണ്. ആ കിരീടം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പരിക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷക്കാലമായി ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി നെയ്മർ ജൂനിയർ തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രശസ്ത അർജന്റീൻ പരിശീലകനായ റാമോൺ ഡയസിന്റെ മകനും അതുപോലെ തന്നെ പരിശീലകനുമാണ് എമിലിയാനോ ഡയസ്. നമുക്കറിയാം, ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളിൽ എമിലിയാനോ ഡയസ് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ തൻ്റെ ഒരു ആഗ്രഹ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് മെസ്സി നേടി, അർജന്റീന നേടി. ഇനി നെയ്മറുടെ ഊഴമാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പ് നെയ്മർ ജൂനിയർ നേടുന്നത് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ അർജന്റീൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. എമിലിയാനോ ഡയസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത വേൾഡ് കപ്പ് ബ്രസീൽ നേടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അർഹിച്ച ഒരു കിരീടം അത് മെസ്സി ഇപ്പോൾ നേടിക്കഴിഞ്ഞു. ഇനി നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ട്. നെയ്മർ നേടുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരു താരം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും നെയ്മർ ജൂനിയർ മികച്ചവനാണ്. സൗത്ത് അമേരിക്കയിലെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ. ഇനി വേൾഡ് കപ്പ് ലഭിക്കാനുള്ളതും അദ്ദേഹത്തിനാണ്. നമ്മൾ സൗത്ത് അമേരിക്കൻസ് ആണ്, ശരിയാണ്. അർജന്റീനയും ബ്രസീലും തമ്മിൽ റൈവൽറി ഉണ്ട്. പക്ഷേ മെസ്സിക്ക് ഒരു കിരീടം ലഭിച്ചു കഴിഞ്ഞു. ഇനി നെയ്മർക്ക് ആ ഒരു വേൾഡ് കപ്പ് ലഭിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതാണ് അർജന്റീൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ അർജന്റീനയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. കാരണം പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു മികവ് വീണ്ടെടുക്കേണ്ടതുണ്ട്. അടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ യോഗ്യത നേടിയിട്ടുണ്ട്. എന്നാൽ അർജന്റീനയും സ്പെയിനും ഉൾപ്പെടെയുള്ള ഒരുപാട് കരുത്തർ അവിടെയുണ്ട്. അവരെയെല്ലാം മറികടന്നുകൊണ്ട് വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.